ഫ്രം 10th A. മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. 1972 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഈ തീരുമാനമെടുത്തത്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ലോകത്തിലെ മുഴുവൻ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ബോധവൽക്കരണം ചെയ്ത് നടത്തുകയാണ് ഈ ദിവസത്തിലെ ഉദ്ദേശം. വീടുകളിലും വഴിയരികളിലും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നതാണ് നാം ഈ ദിനത്തിൽ ചെയ്യേണ്ടത്. അതുമൂലം നമുക്ക് പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ ഭൂമിയിലും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുവാൻ പറ്റും. പരിസ്ഥിതി പ്രശ്നങ്ങളും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ നാട്ടിൽ എല്ലാ ജനങ്ങളും വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഒറ്റക്കെട്ടായി ഇതിൽ നിന്നും രക്ഷ നേടുവാൻ കഴിയൂ. മരം ഒരു വരം എന്ന മുദ്രാവാക്യം ഏറ്റുപറഞ്ഞുകൊണ്ട് പരിസ്ഥിതി ദിനം നാം ഏറ്റെടുത്താൽ മരങ്ങൾ നശിപ്പിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് നമുക്ക് മാതൃകയാകാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Respected teachers and my dear friends, today I'm going to speak a few lines of World Environment Day. World Environment Day is celebrated on 5th June every year. Environment means a surrounding or condition in which a person or animals or plants lives. The day is celebrated to spread awareness about safety of environment. The first Environment Day is celebrated in 1972 with the theme of Only One of Earth. Every year, Environment Day is celebrated with new themes. This year theme is ecosystem restoration. Human life is highly dependent on this. So, we should take necessary to protect our environment. Air pollution, land pollution, and water pollution are the major issues of environment. So today, let's pledge to plant more trees, minimize use of plastic, and save the natural resources to protect our environment. Happy World Environment Day. Thank you. Have a nice day. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു, ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ പൂപ്പുകൈ മാത്രമായി, ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ പൂപ്പുകൈ മാത്രമായി. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പ മാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ, നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി,
ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ടീച്ചേഴ്സ്, പ്രിയ കൂട്ടുകാരെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. വാക്കുകളിലൂടെയല്ല പ്രവൃത്തികളിലൂടെയാണ് നാം പരിസ്ഥിതി ദിനം ആചരിക്കേണ്ടത്. നാം വസിക്കുന്ന അഞ്ചുതെങ്ങ് ഗ്രാമം കടലും കായലും ചേർന്ന് അതിമനോഹരമായി പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ഇവിടെ താമസിക്കുന്ന ഭൂരിഭാഗം ആളുകളും വേസ്റ്റ് നിക്ഷേപിക്കുന്നത് കടലിലും കായലിലുമാണ്. അത് നമ്മുടെ കടലിലെയും കായലിലെയും ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കും. അത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. നമ്മുടെ വീട്ടിൽ ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കുക. നമ്മൾ ഈ ഭൂമിയിലെ കാവൽക്കാർ മാത്രം. നമ്മുടെ പുതുതലമുറയ്ക്കായി നല്ല പാഠങ്ങൾ പകർന്നു നൽകുകയും അവർ ഈ പ്രകൃതിയെ നമ്മളെക്കാൾ നന്നായി സംരക്ഷിക്കുകയും ചെയ്യും. ഇതിനോടൊപ്പം നന്ദി, നമസ്കാരം. നാം പ്രകൃതിയെ അടുത്തറിയേണ്ടിയിരിക്കുന്നു. പഴയ കാലത്ത് മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്നു. എന്നാൽ ആധുനിക മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ സമ്മാനിച്ച് പ്രതികരിച്ചു തുടങ്ങി. ഓഖിയും സുനാമിയും പ്രളയവുമൊക്കെ അതിന് ഉദാഹരണങ്ങൾ. ഈ ലോക്ക്ഡൗൺ സമയത്ത് കുറെ അധികം പേർ ചെടികൾ നട്ടുവളർത്തി പ്രകൃതിയെ സ്നേഹിച്ചു തുടങ്ങി. നമുക്കും ചെടികൾ നട്ടുവളർത്താം. ഇതൊരു തുടക്കമാകട്ടെ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി. Everyone, today I'm here to give a speech on World Environment Day. I'm thankful to you all for me giving this opportunity. World Environment Day is the UN's most important day. It has grown to become a global platform for public outreach that is widely celebrated in over 100 countries. Earth is a home for different living species, and we all are dependent on environment for food, air, water, and other needs. Therefore, it is very important for every individual to save and protect our nature. മാന്യസദസ്സിന് വന്ദനം. ലോകമെമ്പാടും എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണല്ലോ. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ദിനാചരണത്തിലും മരത്തൈ നടുന്നതിലും തീരുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം. ഒറ്റയ്ക്കൊരു നിലനിൽപ്പ് സാധ്യമല്ലെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സഹജീവികളോട് കരുണയില്ലാത്ത പ്രകൃതി ചൂഷണം, തീരാത്ത ആർത്തി, എല്ലാ പരിധികളും ലംഘിക്കുന്ന മലിനീകരണം എല്ലാം കൂടി മനുഷ്യൻ പ്രകൃതിയെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ്. ഹായ്, ഇത് എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ
ഞാവൽ മരമാണ്.